കേരള സ്റ്റൈൽ സ്റ്റേക്ക് പ്രിപ്പറേഷൻ ആണ്. അതിനുവേണ്ടി ഞാൻ 3 ചെറിയ ബീഫ് പീസസ് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ള നീളമൊക്കെ ഉള്ള പീസസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുത്ത ആ ബീഫ് പീസസിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തിക്കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിനീഗർ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, ഈ ഒരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നോൺ സ്റ്റിക്ക് പാനിൽ ഒലിവ് ഓയിൽ നമുക്കൊന്ന് 6 മിനിറ്റ് നേരത്തേക്ക് മാത്രം മതി. കുക്കിംഗ് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ബീഫിൽ ഞാൻ നേരത്തെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. ഓക്കെ, ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 6 മിനിറ്റ് നേരം കൊണ്ട് മീഡിയം റെയറിൽ ബീഫ് സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് റെഡ് വൈൻ ചേർത്തുണ്ടാക്കിയ സോസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ബോയിൽ ചെയ്തെടുത്ത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇത് കേരള സ്റ്റൈൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു ബീഫ് സ്റ്റേക്കാണ്. ഓക്കെ, വാവ്, നല്ല ഫ്ലേവർ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി ഞങ്ങൾ ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്ത ആ സമയത്ത് ഒരിത്തിരി ഇഞ്ചി കൂടി അരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. ദിസ് ഈസ് ഫ്രം Alaigra Space and thank you so much for watching my video.